ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചായ സാംസങ് ഗാലക്സി ആക്റ്റീവ് 2. ഇതാണ് സാംസങ് ഗാലക്സി ആക്റ്റീവ് 2. ഇത് 4 വ്യത്യസ്ത മോഡലുകളിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര വലിപ്പമുള്ള കൈയല്ല എൻ്റെ, അതുകൊണ്ട് തന്നെ ഞാൻ 40mm സൈസിലുള്ള വാച്ചാണ് മേടിച്ചത്. വളരെ നല്ല സ്ട്രാപ്പോട് കൂടി വരുന്ന ഒരു വാച്ചാണ് സാംസങ് ഗാലക്സി ആക്റ്റീവ് 2. 40mm ആയതുകൊണ്ട് തന്നെ ഇത് അത്ര വലിപ്പമുള്ള മോഡലല്ല. നല്ല വലിപ്പമുള്ള കൈയാണെങ്കിൽ 44mm ആണ് ബെസ്റ്റ്. എൻ്റെ കൈ വലിപ്പം ചെറുതായതുകൊണ്ട് ഞാൻ 40mm മേടിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും. കയ്യിൽ കെട്ടിയതിന് ശേഷം സാധാരണ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഉണ്ടാവാറ്. ഇത് പകരം അതിനകത്തോട്ട് തള്ളുകയാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ സ്ട്രാപ്പിംഗ് ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിലുള്ളത്. റിയൽ വാച്ച് പോലെ തോന്നിക്കുന്ന വാച്ച് ഡിസ്പ്ലേസ് ആണ് ഇതിലുള്ളത്. AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായിട്ടാണ് ഇത് ഈ വാച്ചുള്ളത്. എത്രയൊക്കെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഡിസ്പ്ലേ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വാച്ച് ഫേസസ് ഇൻബിൽട്ട് ആയിട്ട് കാണാം. ഓക്കെ, അതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള നല്ല AMOLED ഡിസ്പ്ലേ ഉള്ള വാച്ച് ഫേസസ് ആണ്. ഇനി ഇത് കണ്ടില്ലേ, ഗാലക്സി സ്റ്റോർ, അതായത് ഗാലക്സി സ്റ്റോറിന് നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഇഷ്ടം പോലെ 1 മില്യണിലധികം വാച്ച് ഫേസസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ വാച്ച് മേക്കർ എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വാച്ച് ഫേസസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കെല്ലാം നല്ല നല്ല വാച്ച് ഫേസസ് വാച്ച് മേക്കർ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് മെനുവിലേക്ക് പോകാം. ഈ വാച്ചിൽ 2 ബട്ടൺസാണുള്ളത്. 2 സൈഡിലായിട്ട് 2 ബട്ടൺസ് ഉണ്ട്, മുകളിലും താഴെയായിട്ട് റൈറ്റ് സൈഡിൽ. അപ്പം മുകളിലുള്ള ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ച് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് ബാക്ക് അടിച്ച് മെയിൻ ഡിസ്പ്ലേയിലോട്ട് പോകാൻ പറ്റും. ഇനി താഴെയുള്ള ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് മെനു കാണാൻ പറ്റും. മെനുവിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആദ്യത്തേത് ഡബിൾ വൈറ്റ് ഡോട്ട്സ് ഉള്ളത് കാണാം. അതടിച്ചാൽ നിങ്ങൾ തുറന്ന് വെച്ചിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ, രണ്ടാമതായി നിങ്ങൾക്ക് ടെലിഫോണിൻ്റെ ചിഹ്നത്തിലുള്ള ഒരു ഇത് കാണാം. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് വന്ന കോൾ ലോഗ്സും അതെല്ലാം കാണാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഫോൺ കോളും ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോൺ കോൾ ചെയ്താൽ ഞാൻ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നത് സ്റ്റോപ്പായി പോകുന്നതുകൊണ്ട് ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല. കൂടെ കോൺടാക്ട്സും നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ കോൺടാക്ട്സും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ മെസ്സേജോ ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് കോൺടാക്ട്സ് കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ സെലക്ട് ചെയ്തു കോൺടാക്റ്റ്. അത് മെസ്സേജ് വേണമെങ്കിൽ മെസ്സേജ്, അല്ലെങ്കിൽ കോൾ ആണെങ്കിൽ കോളും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കോൾ ചെയ്താൽ ഇപ്പോൾ വീഡിയോ കട്ടാകുന്നതുകൊണ്ട് കോൾ ചെയ്യുന്നില്ല, SMS ചെയ്ത് കാണിക്കാം. SMS-നകത്ത് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഓൾറെഡി ചില എഡിറ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ എഡിറ്റഡ് മെസ്സേജസ് ഉണ്ട്. പിന്നെ അത് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാനാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് എഴുതാനും പറ്റും. അല്ലെങ്കിൽ കീബോർഡാണ് വേണ്ടതെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കീബോർഡാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പഴയ നമ്മുടെ നോക്കിയ ഫോണിലൊക്കെയുള്ള ആ ടൈപ്പ് കീബോർഡാണ്. ഇനി നിങ്ങൾക്ക് വോയിസ് ഉപയോഗിച്ചാണ് ടെക്സ്റ്റ് മെസ്സേജസ് അയക്കേണ്ടതുള്ളതെങ്കിൽ ഹായ് ഹൗ ആർ യു കണ്ടോ, ഞാൻ ഹായ് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അത് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. ഹാർഡ്വെയർ ബേസിൽ, അതായത് സർക്കുലറായിട്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതുവഴി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതിനെയാണ് ബെസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാച്ചിലും അവർ ആ ബെസൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഡിസ്പ്ലേ വഴിയാണ് ബെസൽ, അതായത് റൈറ്റ് സൈഡിലുള്ള ഡിസ്പ്ലേ ഉപയോഗിച്ചാണ് റൊട്ടേഷനും സ്ക്രോളിങ്ങും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഹെൽത്ത് ആപ്ലിക്കേഷനാണ്.
നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഇതിൽ കാണാൻ പറ്റും. എത്ര റൺ ചെയ്തു, എത്ര വാക്ക് ചെയ്തു, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് എത്രയാണ്, അതൊക്കെ കാണാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇനി അടുത്തത് വെതർ ആപ്ലിക്കേഷൻ. ഇതൊരു വിജറ്റാണ്. ഈ എത്രയാണ് ഇന്നത്തെ ടെമ്പറേച്ചർ അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു വിജറ്റ്. വേറൊരു മെയിൻ ഓപ്ഷൻ ഇതുവഴി നിങ്ങൾക്ക് ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻബിൽട്ടായിട്ട് സാംസങ് പേ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ബാക്ക് ബട്ടണിൽ പോയി ഞാൻ ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മുകളിലുള്ള ഒരു ബട്ടൺ, റൈറ്റ് സൈഡിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ സെറ്റപ്പ് ചെയ്ത പിൻ കോഡ് ചോദിക്കും. പിൻ കോഡ് അടിച്ചതിന് ശേഷം സാംസങ് പേ എന്ന ഡിസ്പ്ലേ വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഈസിയായി ഈ പേ എന്ന ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഈസിയായി വയർലെസ് വഴി പേ ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജിയുടെ പേര് NFC ടെക്നോളജിയാണ്. നിങ്ങൾക്ക് പലർക്കും അത് അറിയായിരിക്കും. ഓക്കെ, ഇനി മെനുവിൽ അടുത്തത് പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും സ്മാർട്ട് വാച്ചിനായി ഡിസൈൻ ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്തത് സെറ്റിങ്സിനകത്ത് സാധാരണ നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള സെറ്റിങ്സാണ്. വാച്ച് ഫേസ്, സൗണ്ട്, വൈബ്രേഷന്, പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, അതൊക്കെ വൈഫൈ വഴി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ, അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്, പിന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ. പാസ്വേഡൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വാച്ച് നമ്മുടെ കയ്യിൽ തന്നെ കെട്ടിയിട്ടുള്ള ഒരു സംഭവമായതുകൊണ്ട് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. പിന്നെ ബാറ്ററി പവർ സേവിങ് മോഡൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് അലാം ആപ്ലിക്കേഷൻ. ഈ വാച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും ഗുണകരമായ ഒരു സംഭവമാണ് അലാം ആപ്ലിക്കേഷൻ. ഈ വാച്ച് കെട്ടിയിട്ട് നമ്മൾ ഉറങ്ങിയാൽ അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു ചെറിയൊരു വൈബ്രേഷൻ വരും. ആ വൈബ്രേഷൻ വഴി നമുക്ക് ഈസിയായി ഉണരാനും പറ്റും. മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഇവിടെയും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻസ്, ഇത് വാട്സാപ്പിൽ വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്, അത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ സാംസങ് ഗാലക്സി ഗിയർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ആദ്യം സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ഫോൺ മേടിക്കുന്ന സമയത്ത് ഈ വാച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരും ഏത് ആപ്ലിക്കേഷൻസൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി മെനുവിൽ അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. ഇനി രണ്ടാമത്തെ പേജിലോട്ട് പോകാൻ വേണ്ടി റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്തു. കലണ്ടറുണ്ട്. നിങ്ങൾക്ക് അടുത്ത റിമൈൻഡേഴ്സ്, അലാം പോലെ തന്നെ നിങ്ങളുടെ ഔട്ട്ലുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ജിമെയിലിലോ ഒക്കെ ക്രിയേറ്റ് ആയിട്ടുള്ള റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മ്യൂസിക് പ്ലെയർ ഉണ്ട്. ഇതിൽ ഇൻബിൽട്ടായിട്ട് സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും പിന്നെ മ്യൂസിക് കേൾക്കാനൊക്കെ പറ്റും. ഏകദേശം ഇത്ര സൗണ്ട് ഉണ്ട്. ഞാൻ മൈക്കിൻ്റെ അടുത്ത് പിടിക്കാം. ഇനി നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക്കാണ് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഉള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണിലോട്ട് മാറ്റിയാൽ മതി. ഫോണിൽ നമുക്ക് ഓപ്ഷനുണ്ട്, അത് ഏത് സോങ്ങാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി ബാക്ക് ബട്ടണിൽ പോയി വീണ്ടും മെനുവിലേക്ക് പോകാം. ഗാലറി അടുത്തത്. നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോകളല്ല ഇതിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ വാച്ചിലേക്ക് ഏതൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ആ ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ വാച്ച് ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് ഫൈൻഡ് മൈ ഫോൺ എന്ന ഒരു ഓപ്ഷൻ. ഈ ഫൈൻഡ് മൈ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ഈ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ അടുത്ത് ഒരു 20 മീറ്റേഴ്സിനകത്താണ് ഉള്ളതെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായാലും റിങ് ചെയ്യും. ആ റിങ് വഴി നമുക്ക് സൈലൻറ്റ് മോഡിലാണെങ്കിലും ആ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങും. അതുവഴി നമുക്ക് എവിടെയാണ് ഫോൺ വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അടുത്തത് വേൾഡ് ക്ലോക്ക്, പിന്നെ ടൈമർ, പിന്നെ കാൽക്കുലേറ്റർ, അതുപോലെ നിരവധി ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇതുവഴി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. യൂട്യൂബ് വഴി ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.